എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഡോക്ടർ KJ ഹെൽത്ത് ടോക്സ്. ഞാൻ ഡോക്ടർ കാവ്യ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സാൻഡ്വിച്ചിനെ കുറിച്ചാണ്. ഒരു സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? നമ്മുടെ വൈറ്റ് ബ്രെഡും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഫില്ലിങ് നിറച്ചിട്ടുമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക. പക്ഷെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ഹെൽത്തിയും ന്യൂട്രീഷ്യസും അതുപോലെ പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഒരു സാൻഡ്വിച്ചിനെ കുറിച്ചാണ്. നമ്മുടെ വീട്ടിലുള്ള വിഭവങ്ങൾ തന്നെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആണ് നമ്മുടെ റെയിൻബോ സാൻഡ്വിച്ച്. ഇത് പ്രോട്ടീൻ റിച്ച് മാത്രമല്ല, നമ്മൾ പലതരത്തിലുള്ള നിറങ്ങളിലുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വൈറ്റമിൻസും മിനറൽസും കൂടി അടങ്ങിയിരിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് റെയിൻബോ സാൻഡ്വിച്ച്. ഇത് കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും ഒരേ രീതിയിൽ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റും. നമുക്ക് ആ ഒരു സാൻഡ്വിച്ചിന്റെ റെസിപ്പിയും അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നതും കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ വീടുകളിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഡിന്നർ ഐറ്റം ആയിട്ട് കൂടി നമുക്കിത് കൊടുക്കാൻ പറ്റും. മുതിർന്നവർക്കും അതേപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നമ്മുടെ റെയിൻബോ സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. ഇതിലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. ആൻഡ് വീഡിയോയുടെ എൻഡില് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് റെസിപ്പി ഞാൻ കൊടുത്തേക്കാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് റെയിൻബോ സാൻഡ്വിച്ചിന്റെ ഇൻഗ്രീഡിയൻസിലേക്കും അത് തയ്യാറാക്കുന്ന രീതിയിലേക്കും നോക്കാം. ആദ്യം തന്നെ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ലെയേഴ്സ്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ദോശകളായിട്ട് ചുട്ടിട്ടാണ് നമ്മൾ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലെയേഴ്സ് അല്ലെങ്കിൽ ദോശ ചുടുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് ആദ്യം നോക്കാം. ഞാനിവിടെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് 1/2 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് 1/2 കപ്പ് പരിപ്പ്, 1/2 കപ്പ് ചെറുപയർ, 1/2 കപ്പ് വെള്ളക്കടല, അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പച്ചരിയും 1/2 കപ്പ് ഉഴുന്നുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ 1/2 കപ്പ് പൊട്ടുകടല കൂടി എടുക്കുന്നുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് അരയ്ക്കുന്ന നേരത്താണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. പൊട്ടുകടല ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ നല്ല വൃത്തിയിൽ 2-3 പ്രാവശ്യം കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കാനാണ് പോകുന്നത്. ഈ കുതിർത്തിടുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് 6 to 8 മണിക്കൂർ നമ്മൾ ഇതിനെ കുതിരാൻ വെക്കും. നമ്മൾ ഈ ദോശ ബാറ്ററിനായിട്ട് എടുത്തിരിക്കുന്ന പരിപ്പ്, കടല വർഗ്ഗങ്ങളൊക്കെ തന്നെ എക്സലൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ സോഴ്സുകളാണ്. അതായത് ഒരു 100 ഗ്രാമിൽ ഏകദേശം നമുക്കൊരു 20 ഗ്രാമൊക്കെ പ്രോട്ടീൻ കിട്ടുന്ന എക്സലൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സുകളാണ് ഈ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ. അതിൽ തന്നെ നമുക്ക് പ്രോട്ടീൻ മാത്രമല്ല, ബാക്കി വരുന്ന ബി വൈറ്റമിനുകളും ഫോളിക് ആസിഡും ഫൈബറും ഒക്കെ തന്നെ നമുക്ക് ഈ പരിപ്പ് വർഗ്ഗങ്ങളിൽ നിന്നും കിട്ടുന്നതാണ്. ഈ പ്രോട്ടീൻ്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മുടെ ബോഡിയിൽ നമ്മുടെ മസിൽ പോലുള്ള ടിഷ്യൂസിൻ്റെ ഗ്രോത്തിന് വേണ്ടി എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ബോഡിയിലുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനും അതേപോലെ പലതരത്തിലുള്ള ഹോർമോണുകളെ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതുപോലെ തന്നെ ഈ ഉഴുന്നും പരിപ്പും ഒക്കെ തന്നെ അയണും മാഗ്നീഷ്യവും കാൽഷ്യവും ഒക്കെ റിച്ച് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ്. എന്തുകൊണ്ടും ഈ ഒരു മിക്സ്ചർ വളരെ ഹെൽത്തിയും ന്യൂട്രീഷ്യസും ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. സാധാരണ നമ്മൾ അരി അല്ലെങ്കിൽ വെറും ഉഴുന്നൊക്കെ ആയിട്ടുള്ള ദോശയ്ക്ക് ഒരു ഹെൽത്തി റിപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് ഈ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള വൈറ്റമിനുകളും മിനറലും പ്രോട്ടീൻസും നമുക്ക് ബോഡിക്ക് ലഭിക്കുന്നതാണ്. 6 to 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നമ്മുടെ പൊട്ടുകടല കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ടൊരു നൈസ് പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ്. ഈ അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, ഒരു ചെറിയ കഷ്ണം ഉള്ളി, അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. നമ്മുടെ മാവ് നമുക്കിവിടെ അരച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ മിക്സ് ചെയ്തിരിക്കുന്ന മാവ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു മിശ്രിതമാണ്. ഇത് നമുക്ക് നമ്മുടെ സാധാരണ രീതിയിൽ ഡെയിലി ചുടുന്ന ദോശകൾക്ക് ഒരു റിപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മാവും ദോശയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഓരോ ബാച്ചുകളായിട്ട് നമ്മൾ മാവ് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവല്ല ബാറ്റർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്കാണ് നമ്മൾ പോകുന്നത്.
ആദ്യം ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് ഒരു 1-2 മിനിറ്റിലേക്ക് നമ്മൾ വഴറ്റിയെടുക്കുക. ഇഞ്ചി വഴഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു വലിയ ഉള്ളി അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്യുന്നത്. അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളിയും കൂടി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. ഉള്ളിയും തക്കാളിയും ഒക്കെ വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളിടാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അതിനുശേഷം കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. എരിവിനനുസരിച്ച് നിങ്ങൾക്കതിൽ മാറ്റം വരുത്താം. 1/2 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 250 ഗ്രാം കുക്ക്ഡ് ആൻഡ് ഷ്രെഡഡ് ചിക്കനാണ്. സോ ഈ ചിക്കൻ നമ്മൾ ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ഒന്ന് വേവിച്ചെടുത്ത് അതിനെ നുറുക്കി വെച്ചിരിക്കുന്നതാണ്. കൂടി ആഡ് ചെയ്തതിന് ശേഷം മസാലയൊക്കെ കൂടി പിടിക്കാനായിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിരിക്കുന്നു. സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റിവെക്കാം. റെയിൻബോ സാൻഡ്വിച്ചിന് കളർ നൽകുന്നതിനായി ഞാനിവിടെ പല നിറത്തിലുള്ള വെജിറ്റബിൾ പേസ്റ്റുകളാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞ നിറത്തിനായി മത്തങ്ങയും 1 നുള്ളു മഞ്ഞളും ആഡ് ചെയ്തിട്ടുള്ള പേസ്റ്റ്, ഓറഞ്ച് നിറത്തിനായി ക്യാരറ്റ് പേസ്റ്റ്, റെഡ് നിറത്തിനായിട്ട് ബീട്രൂട്ട് പേസ്റ്റ്, പച്ച നിറത്തിനായിട്ട് പച്ച ചീരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഏത് പച്ചക്കറിയും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഓരോ നിറവും മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ദോശകൾ ചുട്ടെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് പച്ചക്കറികൾ തിന്നാൻ മടിയുള്ള നമ്മുടെ കുട്ടികൾക്കായി ദോശ, ചപ്പാത്തി, പൂരി അതുപോലെ പുട്ടിലൊക്കെ നമുക്ക് ആഡ് ചെയ്ത് ഈ കളർഫുൾ പേസ്റ്റ് ആഡ് ചെയ്ത് കളറും അതുപോലെ തന്നെ ആരോഗ്യവും പകരാവുന്നതാണ്. ഇനി നമുക്ക് ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ആദ്യം തന്നെ നമ്മുടെ മത്തങ്ങ പേസ്റ്റ് നമ്മൾ ഈ മാവിലേക്ക് മിക്സ് ചെയ്ത് ഓരോ ദോശകളായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. മത്തങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മഞ്ഞ നിറത്തിലുള്ളതും ഇതിൽ ധാരാളമായി വൈറ്റമിൻ എ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളായിട്ടുള്ള വൈറ്റമിൻ സി, വൈറ്റമിൻ ഇയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ക്യാരറ്റ് ദോശയാണ് ചുടുന്നത്. ക്യാരറ്റ് നമ്മുടെ ഓറഞ്ച് നിറത്തിലുള്ളതും ഇതിലും ധാരാളമായി വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ അതുപോലെ തന്നെ വൈറ്റമിൻ കെയും പൊട്ടാഷ്യവും അടങ്ങിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ബീട്രൂട്ട് ദോശയാണ് നമ്മൾ ചുടുന്നത്. ബീട്രൂട്ടിലും ധാരാളമായി വൈറ്റമിൻ എയും ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഫോളിക് ആസിഡും ധാരാളമായിട്ട് നമ്മുടെ ബീട്രൂട്ടിൽ കാണപ്പെടും. ഫോളിക് ആസിഡ് നമ്മുടെ കോശങ്ങളുടെ ആരോഗ്യത്തിനും അവരുടെ ഗ്രോത്തിനുമൊക്കെ സഹായിക്കുന്നവയാണ്. ആയിട്ട് നമ്മുടെ ചീര പേസ്റ്റ് ആഡ് ചെയ്ത ദോശയാണ് നമ്മൾ ചുട്ടെടുക്കാൻ പോകുന്നത്. ചീരയിലും ധാരാളമായിട്ട് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അതുകൂടാതെ തന്നെ നമ്മുടെ ബോൺ ഹെൽത്തിനും ബ്ലഡിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വൈറ്റമിൻ കെയും അടങ്ങിയിട്ടുണ്ട്. ഇതിനുപരി ഫോളിക് ആസിഡും മിനറൽസ് ആയിട്ടുള്ള അയണും കാൽഷ്യവും നമുക്ക് ചീരയിൽ നിന്നും ലഭിക്കും. ഓരോന്നായിട്ട് നമ്മൾ ദോശകൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ലെയർ ചെയ്യാനാണ് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ കളറൊന്നും ആഡ് ചെയ്യാത്തൊരു പ്ലെയിൻ ദോശ നമുക്ക് ലൈറ്റ് കളറിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ സ്പ്രെഡായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു മയനൈസാണ്. അതിൻ്റെ റെസിപ്പി കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം.
ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ മയനൈസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ കൂടി മിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫില്ലിങ് നമ്മൾ സ്പ്രെഡ് ചെയ്യുകയാണ്. ഈ രീതിയിൽ നമ്മൾ ഓരോ ലെയറുകളും നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തെടുക്കും. ആദ്യത്തെ ലെയർ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ അടുത്ത നിറത്തിലുള്ള നമ്മുടെ പച്ച ദോശ വെച്ചിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ മയനൈസ് ആവശ്യത്തിന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഫില്ലിങ് വെക്കുക. ഈ രീതിയിൽ ഓരോ ലെയറുകളായിട്ട് നമ്മൾ വെച്ച് റെഡിയാക്കുക. കളർഫുൾ മാത്രമല്ല, വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ചാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ ലെയറുകളും ഇവിടെ വെച്ച് ഫില്ലിങ്സ് ഒക്കെ വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ മുറിച്ചെടുക്കാനാണ് പോകുന്നത്. സോ ഇവിടെ ഞാൻ അതിന് ലെയറുകളൊക്കെ രണ്ടായി ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ അതിനെ ഒരു കോണിക്കൽ ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് കേക്കൊക്കെ മുറിക്കുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ റെയിൻബോ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സോ കാണാൻ മാത്രമല്ല ടേസ്റ്റിലും അതേപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആൻഡ് വൈറ്റമിൻസും മിനറൽസും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്കാണ് നമ്മുടെ റെയിൻബോ സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഹെൽത്തി വീഡിയോകൾ ഇനിയും കാണുവാനായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും സജഷൻസും കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസോ സ്നാക്ക് ഐഡിയാസോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.